ഗൈസ് ഇന്ന് എൻ്റെ അമ്മേൻ്റെ ബർത്ത്ഡേ ആണ്. ഇപ്പോൾ 11:50 സംതിങ് ആയി. അപ്പോൾ അമ്മേനോട് ഞാൻ ഒരു ഗിഫ്റ്റൊന്നും ഇല്ലയെന്ന് പറഞ്ഞാണ് അടുത്തേക്ക് ആളെ കിടത്തിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. മീൻസ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും അല്ല പറയാൻ വേണ്ടി നമുക്ക് പോകാൻ അമ്മയുടെ കൂടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അമ്മേനോട് എനിക്ക് കഥ വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇപ്പം അമ്മ ഇന്ന് വായിക്കാണ്. അമ്മ അപ്പം ഇങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യല്ലേ? സെലിബ്രേഷൻ ഒന്നുമില്ല, ഒരു കുഞ്ഞ് കാർഡ് തരുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡ് തരുന്നത് ഒരു സ്ഥലത്തുണ്ടാവും. അമ്മേനോട് ഞാൻ ഓരോ ക്ലൂ ആയിട്ട് തരും. ഫസ്റ്റ് ഒരു സ്ഥലത്ത് കൊണ്ടുപോകും. അവിടെ ചിലപ്പോൾ പണിയും ഉണ്ടാവും, നല്ല എന്തെങ്കിലും കാര്യം ഉണ്ടാവും. പക്ഷെ എന്തെങ്കിലും ഒരു ചെയ്ത് കഴിഞ്ഞാൽ ടാസ്ക് തരും. സെലിബ്രേഷൻ അല്ല, ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്യും, എല്ലാ ഇതും കൂടി ട്രഷർ ഹണ്ട് എല്ലാം പോലെ ഓരോ കാർഡ് ഇതാക്കിയിട്ട് ഒരു ബട്ടർഫ്ലൈസ് ഉണ്ടാവും. ആ ബട്ടർഫ്ലൈ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഞാൻ എടുത്താൽ പോരെ. എന്നിട്ട് നേരെ ലാസ്റ്റത്തെ സ്പേസിൽ പോയിട്ട് ആടെ എന്തുണ്ടാവും, ആ കാർഡ് ഉണ്ടാവും, അത് നമ്മൾ എടുത്ത് വായിക്കണം. അപ്പോൾ അതാണ് ടാസ്ക്. അപ്പോൾ നമുക്ക് പോവാം. വാ ബർത്ത്ഡേ ഗേൾ. പക്ഷേ ഇപ്പോൾ കറക്റ്റ് ടൈം ആയിട്ടില്ല. കറക്റ്റ് 12 മണി ആയാലും നമുക്ക് സ്റ്റാർട്ട് ഇവിടെ വന്നിരുന്നു. ഉറങ്ങിക്ക. യെസ്, വി ആർ ഇൻ വെയിറ്റിംഗ്. 59 12 മണിയായി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു യാമി കുട്ടൻസ്. 35. അപ്പോൾ നമുക്ക് ട്രഷർ ഹണ്ട് സ്റ്റാർട്ടിങ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഞാൻ ഇവിടെ തന്നെയാണ് ഒരു ഗിഫ്റ്റ് എല്ലാം ഒരു പണി ഗിഫ്റ്റ് എല്ലാം പറയും തരാൻ പോകുന്നത്. അപ്പം ഇത് ഗൈസ് അങ്ങനെ ബർത്ത്ഡേകൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ടാസ്കും പണിയും ഗിഫ്റ്റും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് തന്നെ ഇതാ ഇവിടെ കളേഴ്സും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതാണ് നമ്മുടെ ക്ലൂ ആയിട്ട് വരുന്നത്. ഇങ്ങനത്തെ ഓരോ ബട്ടർഫ്ലൈസ് ആയിരിക്കും ക്ലൂ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ചെയ്യാം. ടൈമർ ഉണ്ട് 60 സെക്കൻഡ്സ്. 3, 2, 1. ഇവിടെ ഏടിയാണ് ഫ്ലവർ ബീസ് ഉള്ളത്. ആ ക്ലൂ മാത്രമല്ല, ഒരു കുറച്ച് ഗിഫ്റ്റും കൂടി ഉണ്ട്. 2, 3. 1 more chocolate. അങ്ങനെ ഞാൻ കൊടുത്തേക്കുന്നത് ഒരു ഡയറി മിൽക്ക്, ഒരു ആൽഫലിബിന്റെ ഒരു കോപ്പിക്കോ, പിന്നെ ഈ ഒരു ഇവിടെ അടിയാണ് ഗ്രാസ് ഉള്ളത്. അപ്പം ഇതൊക്കെ എൻ്റെ ടാസ്കുകളാണ്. നമുക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് ആടെ ഇരുന്ന് ചെയ്യാൻ വെക്കാം. അപ്പം ടാസ്ക് എടുക്കാം. നമ്മൾ ടാസ്ക് എടുത്തു. മാംഗോ ബാസ്ക്കറ്റ് ഓഫ് ഫ്രൂട്ട്. ഒന്നുകിൽ നമുക്കൊരു മാംഗോ മാത്രം വരച്ച് കളർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റിൽ കുറേ ഫ്രൂട്ട്സ് ഇട്ടിട്ടുള്ള ആ ഒരു പിക്ചർ കളർ ചെയ്യണം, അല്ലെങ്കിൽ പിക്ചർ വരച്ചിട്ട് കളർ ചെയ്യണം. അപ്പോൾ ഈ രണ്ട് ഇഷ്ടമുള്ള ഏതാണെന്ന് ബാസ്ക്കറ്റിൽ ഫ്രൂട്ട് ഉള്ളത് ചിത്രം തരും, അത് കളർ ചെയ്താൽ മതി. വരക്കണം. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മാംഗോ വരച്ചാൽ മതി. മാംഗോ ആണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? സമയക്കണം, വിചാരിക്കണം. മാംഗോ വരക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാംഗോ മരം വരക്കല്ലേ, മാംഗോ മാത്രം മതി. മറ്റേ ഫ്രൂട്ടില്ലേ മാംഗോ കശുവണ്ടി അങ്ങനെ എന്ത് സംഭവം എന്തായിട്ട് കൺസിഡർ ചെയ്യാം. ഇറേസർ ഒന്നും തരാത്തോണ്ട് ഞാൻ എൻ്റെ മാങ്ങിയായിട്ട് ഞാൻ നടക്കുന്നത്. ഇന്ന് ബ്ലഷ് പെൻ ഇപ്പോൾ കളറില്ല, ജസ്റ്റ് കളർ ചെയ്ത് അങ്ങനെ ഓക്കെ 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 അത്ര മതി. എന്നാലും ഇത്ര മതി. മാംഗോ ആയിട്ട് എല്ലാവരും കൺസിഡർ ചെയ്യണം. LKG സ്റ്റുഡൻറ്റ് മാംഗോ ആയിട്ട് കൺസിഡർ ചെയ്യാം. LKG ദെൻ നമ്മുടെ ടാസ്ക് ഒരെണ്ണം കൂടിയുണ്ട്. ഈ സാധനം രണ്ട് സൈഡിലും ഊതി വെത്തിക്കണം. നിർബന്ധ അങ്ങനെ ഒരു സൈഡ് ഊതി കഴിഞ്ഞു, രണ്ടാമത്തെ സൈഡ്. അമ്മ നമുക്ക് ഇവിടെ ചിരിച്ചിരിക്കുകയാണ് അമ്മേൻ്റെ മാംഗോ കാണിച്ച്. അമ്മേൻ്റെ മാംഗോ അങ്ങനെ ഉണ്ട് അമ്മ. ഓക്കെ, അപ്പോൾ നമുക്ക് അമ്മേൻ്റെ ക്ലൂ നോക്കാം. അപ്പോൾ ക്ലൂ എന്താണെന്ന് എനിക്ക് പറഞ്ഞൂടാ. കിച്ചൺ ഡ്രസ്. നമ്മൾ കിച്ചണിലെ ഡ്രസ്സ് ഒക്കെ നേരിയേക്കാം. Come on guys. അപ്പോൾ ഗൈസ് നമുക്ക് കിച്ചൺ ഇപ്പോൾ കാണിക്കുന്നു. ഗൈസ് ഞാൻ ആ സാധനം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാനുള്ള സാധനം അത് ഇപ്പോൾ കാണിച്ചില്ല, കാരണം അമ്മ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അമ്മക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അമ്മ ഗൈസ് അമ്മ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ കിച്ചണിൽ ഡ്രസ്സ് വെക്കുന്ന ഏരിയ അങ്ങനെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം കിച്ചണിലെ ഡ്രസ്സൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവണമെന്നില്ല. ഈ ചിലപ്പോൾ ഇവിടെ ആവാം, ഇനി തട്ടുമലാവാം, ഏകദേശം ഡ്രസ്സിൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ ചിലപ്പോൾ ഡ്രസ്സിൻ്റെ ആടി ഉണ്ടാവാം. അതൊന്നല്ല, അല്ല വേസ്റ്റ് പേപ്പേഴ്സ്. ഇത് നമുക്ക് കിട്ടിയില്ല, സെക്കൻഡാണ് കിട്ടിയിരുന്നത്. ഞാൻ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഫ്ലവറാണ്. സാറോ വിളിച്ചു. ഈ ഒരു ഫ്ലവർ ഞാൻ ടിഷ്യൂ വെച്ചിട്ട് ഇപ്പോൾ വയറിലായിക്കൊണ്ടിരിക്കുന്ന ഫ്ലവറാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗിഫ്റ്റ്സ് ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്യും. ഈ സാധനം ഓപ്പൺ ചെയ്യും. ഈ പ്ലേറ്റ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരു സംഭവം കിട്ടും. ക്ലൂ അല്ല ഞാൻ തുറന്നു തന്നു. ഹാപ്പി ബർത്ത്ഡേ മോം. സെക്കൻഡ് എന്തോ കൂടിയിട്ട് എന്താ വെച്ചാൽ നിനക്കൊന്നും ഓർമ്മയില്ല. ഇതാ ഇങ്ങനെ ഒരു സംഭവം വെച്ചേക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ മോം. ബട്ടർഫ്ലൈ തന്നെ ഈ ഒരു സംഭവം. ടുഡേ ഈസ് ഗുഡ് ഡേ. പിന്നീട് ഇതാണ് നമുക്ക് കാർഡ്. ഇതിനകത്ത് ഒരു കുഞ്ഞു ബോൾ. ഹാപ്പി ബർത്ത്ഡേ. ഐ ലവ് മോം. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. Spelling mistake. Happy birthday to you. It's a cute card. ഈ ശരിക്കും പേർപ്പിൾ കളറാണ്. വീഡിയോ എടുക്കുമ്പോൾ ബ്ലൂ കളർ, ഡാർക്ക് ബ്ലൂ ആയിട്ട് തോന്നുന്നത്. ഇതമ്മനെ കൊണ്ട് ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബ്ലൈൻഡ് ബാഗ് ഞാനുണ്ട്. നെയിൽസിൻ്റെ ബ്ലൈൻഡ് ബാഗ് ഇഷ്ടമായിട്ടില്ല. അമ്മക്കൊരു ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കി. അമ്മ ബ്ലൈൻഡ് ബാഗ്
ഗൈസ് അമ്മ ബ്ലൈൻഡ് ബാഗ് അൺബോക്സിംഗ് ചെയ്യാണ്. അമ്മ ഇഷ്ടപ്പെട്ട നെയിൽസിൻ്റെ ബ്ലൈൻഡ് ബാഗ് ചോക്ലേറ്റ്സും ഗിഫ്റ്റ്സും മൊത്തം ഇവിടെ വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്തു. ഫസ്റ്റ് നെയിൽസാണ് ഇടണം. ശരിയുണ്ട് അധികം, കാരണം സെലോ ടാപ്പ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യില്ല, സെലോ ടാപ്പ് വെച്ച് കവർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ചാടണ്ട. ഇവിടെ ഞാൻ അമ്മ എൻ്റെ സംഭവം കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് അമ്മ എന്ത് ചെയ്യുന്നത് ഫിംഗർ പ്രിൻറ്റ് പതിപ്പിക്കണം. ഇത് നെയിൽസ് ഇതാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത് അത് നെയിൽസ് ഇട്, എന്നിട്ട് ഇട്ടാൽ മതി. നെയിൽസ് ഇതിൽ പറഞ്ഞില്ല പറഞ്ഞില്ലേ കാര്യം പോയി. ഫസ്റ്റ് അമ്മ ഇങ്ങനെ നെയിൽസ് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ടാപ്പ് ചെയ്തിടണം. അങ്ങനെയല്ല, ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ആദ്യം വല്ലല്ലോ ഇത് കൊണ്ടിരിക്കാം. ഈ സമയം ഒരു വെള്ള നെയിൽസ് മുകളിലിട്ടു, മറ്റേ വെള്ള നെയിൽസ് ഇടണം. മറ്റേ വെള്ള നെയിൽസ് ഇവിടെ മറ്റേ തപ്പമല്ല. അപ്പം നെയിൽസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കുറേ നെയിൽസിൻ്റെ ബ്ലൈൻഡ് ബാഗ് വീഡിയോ എടുത്തിട്ടുണ്ട്. ഫുള്ള് പാടിപ്പോയി. ഇനി എനിക്കൊന്നും കൂടി ഉണ്ടാക്കണം. അപ്പോൾ ഈ സ്പെഷ്യൽസ് ഇതാക്കാൻ അതുകൊണ്ടാണ് ഞാൻ നമുക്ക് ചെയ്തത്. സെലോ ടാപ്പിൽ ഇതാക്കണ്ട് വെച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഉള്ള ഒരു ഗിഫ്റ്റാണ് ഈ ഒരു ക്യൂട്ട്, ഈ ഒരു ലാവൻഡർ അല്ലെങ്കിൽ ലാവൻഡർ ഡോർക്ക് പേർപ്പിളിൻ്റെ ഒരു ഇതുണ്ട്. ഇതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കുന്നത് ഒരു കറല ഇത്. ദെൻ ഒരു കവറിട്ടു ഈ ഒരു ബ്രേസ്ലെറ്റ്. ഇത് ബ്രേസ്ലെറ്റ് ഞാൻ ഉണ്ടാക്കിയത്. ഇതാണ് ഞാൻ നമുക്ക് വേണ്ടി ബ്രേസ്ലെറ്റ്. ചെറുതായില്ല പാകം എനിക്കുള്ള നമുക്കുള്ള പാകം. അപ്പം ബ്ലൈൻഡ് ബാഗിൻ്റെ ഉള്ളിൽ ഇത്രയുണ്ട്. പിന്നെ സ്ക്വിഷീസ് ഇത് സ്ക്വിഷി ഞെക്കി കളിച്ചോ മൊത്തത്തിൽ നെയ്സിൻ്റെ ബ്ലൈൻഡ് ബാഗ് ഞാൻ BTSൻ്റെ മറ്റേ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ അങ്ങനെ ഈ സമയം ഇത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മെയിൻ ഗിഫ്റ്റ് ആയിട്ട് വരുന്നത് ഒരു ക്ലൂ തരാം. അമ്മമ്മക്ക് ഇന്ന് എയർ ഫ്രയറിൽ ചിക്കൻ വെച്ചാലോ? എയർ ഫ്രയർ ഇതാണ് മെയിൻ ഗിഫ്റ്റ്. ഞാൻ ആദ്യം പറഞ്ഞു കാർഡ് ഹാപ്പി ബർത്ത്ഡേ. റിയൽ ഗിഫ്റ്റ് ഞാൻ എടുത്തു തരാം. ക്യാൻഡിലാണ് ഗൈസ് വീണുപോയി. ഇതേ നമ്മുടെ ഒരു കേക്ക് കട്ടിങ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തെർമോക്കോൾ കേക്ക് ക്യൂട്ടാക്കാനാണ് തീരുമാനിച്ചത്. പക്ഷേ കളർ ചെയ്ത് വന്നപ്പോൾ ക്യൂട്ടല്ല, ക്യാൻഡിൽ വീണുകൊണ്ടിരിക്കുന്നു. ഈ ക്യാൻഡിൽ തെറിച്ച് പോയി. അപ്പോൾ നമുക്ക് ക്യാൻഡിൽ മാറ്റി നെയ്സ് റിമൂവ് ചെയ്യാറ്. നെയ്സ് ജസ്റ്റ് ഇതാണ് ഗൈസ് നമ്മളുടെ ഇതെല്ലാം എടുത്ത് നിന്നു. ഇതാ ഒന്ന് നിന്നു. ഈ ഒരു ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ ഫ്ലവർ ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ ഒരു സാധനം സോസറിൽ പേപ്പർ വെച്ചിട്ട് എൻ്റെ ഒരു കപ്പുണ്ട്. ആ കപ്പിന് ചെയ്യുന്ന രീതിയിൽ ഈ ബട്ടർഫ്ലൈ അതിനകത്ത് തിന്നോ ജീവനുണ്ട്. ജീവനുള്ള സാധനം. എനിക്കും ഈ ഗിഫ്റ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ കേക്കാണ്. കേക്ക് ഇഷ്ടപ്പെട്ടില്ല. വെൽക്കം. അപ്പോൾ അങ്ങനെ ഓൾ ദി ഗിഫ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സാധനങ്ങളാണ്. പിന്നെ നമുക്ക് എന്നാൽ